ഇത്ര നല്ല മനസ്സുള്ള മനുഷ്യന്മാർ വേറെയില്ല. നമ്മൾ കേട്ട പോലെയൊന്നുമല്ല മലപ്പുറം എന്ന് പറഞ്ഞു. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് സ്ഥലം മാറി പോകുന്നതിൽ സങ്കടപ്പെട്ടിട്ടാണ് പോയത്. വന്നവരെല്ലാം അങ്ങനെയാണ്. മലപ്പുറത്ത് അങ്ങനെ ഭീകരജീവികളൊന്നുമില്ല. പക്ഷെ മലപ്പുറം ഒരുപാട് മാതൃക സൃഷ്ടിച്ചൊരു ജില്ലയാണ്. നമുക്ക് അക്ഷരാഭ്യാസമില്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് മജീദ് സാഹിബ് സൂചിപ്പിച്ചു. ആ സമൂഹത്തിൻ്റെ കൈകളിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ മൗസ് വെച്ച് കൊടുത്തത് ഈ ജില്ലയാണ്. അക്ഷയ. ഇന്ന് അക്ഷയ ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും പോകാൻ പറ്റില്ല. എല്ലാ അപേക്ഷകൾക്കും അക്ഷയ കേന്ദ്രം വേണം, കുട്ടികൾക്ക് പഠിക്കാൻ വേണം, കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ വേണം, ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണം, പെൻഷൻ കിട്ടാൻ വേണം, എല്ലാറ്റിനും. ആ ചേലക്കാടൻ ആയിഷ ഉമ്മാത്താനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാക്ഷരതാ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ നടപ്പാകുന്ന സമയത്ത് അതിൻ്റെ പൈലറ്റ് ജില്ലയും മലപ്പുറമായിരുന്നു. എഴുതാനും വായിക്കാനും അറിയായിരുന്നില്ല ആയിഷ ഉമ്മാത്താൻ്റെ തലമുറയ്ക്ക്. പക്ഷെ ആയിഷ ഉമ്മാത്ത ആ എന്ന് മലയാളത്തിൽ എഴുതി പഠിച്ചു. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ചേലക്കാടൻ ആയിഷ ഉമ്മാത്ത. അവരാണ് പ്രഖ്യാപിച്ചത് കേരളം ഇതാ 100% സാക്ഷരത നേടിയിരിക്കുന്നു എന്ന്. എൻ്റെ കൂടെ വന്ന എൻ്റെ സഹോദരങ്ങൾക്ക് കൂടി കൊടുത്തെങ്കിൽ മാത്രം എനിക്ക് ചായ മതി എന്ന് പറഞ്ഞ് തർക്കിക്കണ്ടായി. ഹിന്ദു പാനി, മുസ്ലിം പാനി നമുക്ക് പരിചയമില്ല. ഹിന്ദു കോളനി, മുസ്ലിം കോളനി നമുക്കറിയില്ല. നമുക്ക് ഓണം വരുമ്പോൾ ഒന്നിച്ചാഘോഷിക്കും, ക്രിസ്തുമസ് വരുമ്പോൾ ഒന്നിച്ചാഘോഷിക്കും, പെരുന്നാൾ വരുമ്പോൾ ഒന്നിച്ചാഘോഷിക്കും. അങ്ങനെ ശീലിച്ച ഒരു നാടാണിത്. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടോ മലപ്പുറം ഒരു ഭീകര പ്രദേശമാണ്. മലപ്പുറത്ത് പൊന്നാനി അങ്ങ് ദൂരെയാണ്. മറ്റൊരു അതിർത്തിയാണ് വഴിക്കടവ്. പൊന്നാനിയിലൊരു എന്തെങ്കിലും ഒരു ദുരന്തം നടന്നാൽ മലപ്പുറത്ത് നടന്നു എന്നാ പറയാം. കണിച്ചുകുളങ്ങര മധ്യ ദുരന്തം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ കണിച്ചുകുളങ്ങര എവിടെയാണെന്ന്, ഏതു ജില്ലയിലാണെന്ന്? ആർക്കും അറിയില്ല. ആലപ്പുഴയാണ്. അത് ആലപ്പുഴ മധ്യ ദുരന്തം എന്ന് പറയില്ല, അത് കണിച്ചുകുളങ്ങര എന്നേ പറയൂ. പക്ഷെ അത് മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ മലപ്പുറം എന്നേ പറയൂ. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലം മലപ്പുറം. അങ്ങനെ ഒരു പ്രചരണം ഈ ജില്ലക്കെതിരെ 10-60 കൊല്ലമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യം നേരെ തിരിച്ചാണ്. ആ സത്യം നമുക്ക് പറയണം. നമുക്ക് നമ്മുടെ ജില്ലയെ ആഘോഷിക്കണം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ച നാടാണിത്. തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച രാമായണ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സമൂഹം ജീവിക്കുന്ന മണ്ണാണിത്. മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ മാപ്പിളപ്പാട്ടുകൾ ഇന്നും തീർത്ഥയെ പോലുള്ള പുതിയ തലമുറ പോലും ആസ്വദിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയിൽ മോയിൻകുട്ടി വൈദ്യരുടെ നാടാണിത്. പൂന്താനം എന്ന ഭക്തകവിയുടെ നാടാണിത്. ഒരുപാട് സാഹിത്യകാരന്മാർ, ഉറൂബിനെ പോലുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ, ഒരുപാട് ഗായകർ, ഒരുപാട് ഗ്രന്ഥകർത്താക്കൾ, ഒരുപാട് സാംസ്കാരിക നായകർ ജനിച്ച മണ്ണാണിത്. എടശ്ശേരി ഈ നാട്ടിലാണ് ജനിച്ചത്. അങ്ങനെ ഒരു മഹാപൈതൃകത്തിന്റെ മണ്ണാണിത്. ഈ മണ്ണിനെ നമ്മൾ ആഘോഷിക്കുന്നു. റസാഖും എല്ലാം ചേർന്ന് ഇവിടെ അക്ബറിന്റെയും അബ്ബാസിന്റെയും നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നടത്തി. പാട്ടിനിടയിൽ പറച്ചിൽ അത്ര ഇഷ്ടമുള്ള കാര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ നാടിൻ്റെ പൈതൃകം കടാതെ കാത്തു സൂക്ഷിക്കണം. കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ് മലപ്പുറം. ഉത്തരേന്ത്യയിൽ പലയിടത്തും കോളനികളാണ് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അറിയില്ല മുസ്ലിങ്ങൾ ഏത് തരം മനുഷ്യരാണ് എന്ന്. മുസ്ലിങ്ങൾക്കും അറിയില്ല ഹിന്ദുക്കൾ, അപ്പുറത്തെ കോളേജിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ ഞങ്ങൾക്കുമായി ഒരു ബന്ധമില്ല എന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്നു. അവർക്ക് ഇടപെടാൻ അവസരമില്ല, മനസ്സിലാക്കാൻ അവസരമില്ല. ഇവിടെ പക്ഷെ നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മുടേതാണ്. ആ രീതിയിൽ ജാതിക്കും മതത്തിനൊക്കെ അതീതമായി നമുക്ക് മതമുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്. പക്ഷെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മനുഷ്യർ എന്ന നിലയ്ക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ജില്ലയുടെ പ്രത്യേകത. അപ്പൊ ഈ ജില്ലക്കെതിരായി നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. 69 ജൂൺ 16 ജില്ല വന്നത്. 55 വർഷമായി. 56-ാം വർഷം ആഘോഷിക്കാൻ ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ. ഈ ജില്ല നിലവിൽ വരാൻ വേണ്ടി സാധാരണഗതിയിൽ 956 കേരളം ഒരു സംസ്ഥാനമായി വന്നത്. കേരളം മാത്രമല്ല, ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം
തമിഴ്നാട് വന്നതും അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ വന്നത് അങ്ങനെയാണ്. ആ സംസ്ഥാനങ്ങൾ വന്ന ശേഷം അന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞൊരാളുണ്ട്. സത്യാഗ്രഹം ഇരുന്ന് മരിച്ചതാണ്. നിരാഹാര സത്യാഗ്രഹം ഇരുന്ന് സമരപ്പന്തലിൽ വെച്ചങ്ങ് മരിച്ചു. എന്തിനാ മരിച്ചെന്നറിയോ? ആന്ധ്ര സംസ്ഥാനം ഉണ്ടാക്കാൻ. ആന്ധ്ര സംസ്ഥാനം വന്നു, പക്ഷെ പോറ്റി ശ്രീരാമുലുവിന്റെ ജീവൻ തിരിച്ചു കിട്ടില്ല. അപ്പൊ പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സമരം, ജില്ലകൾക്ക് വേണ്ടി, താലൂക്കുകൾക്ക് വേണ്ടി സമരം നടക്കുന്ന ഒരു കാലത്ത് മലപ്പുറം ജില്ല വേണ്ട. മലപ്പുറം ജില്ലക്കെതിരായി സമരങ്ങൾ ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, മദ്രാസിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരികയാണ് സമരം ചെയ്യാൻ. അങ്ങനെ ഒരു സമരം ഈ ജില്ലയിൽ നടന്നു. കരിദിനം ആചരിച്ചു, 900 ജില്ലാ ദിനവും ആചരിച്ചു. CH ഈ ജില്ല നിലവിൽ വരുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത 2 പേർ, പലരും ഉണ്ട്, പക്ഷെ എടുത്തു പറയേണ്ട 2 പേർ. ഒന്ന് CH മുഹമ്മദ് കോയ സാഹിബും ഒന്ന് ബാപ്പൂരിക്കളുമാണ്. ബാപ്പൂരിക്കൾ 48ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. മഞ്ചേരി സ്വദേശിയായിട്ടുള്ള നമ്മുടെ മുൻ മന്ത്രി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്നത്തെ റവന്യൂ മന്ത്രി ഗൗരിയമ്മ വന്നു. ഷെരീഫൊക്കെയാണ് പറയേണ്ടത്, റസാഖാണ് പറയേണ്ടത്. എന്നാലും ഞാനും കൂടെ പറയാണ്, നിങ്ങളൊക്കെ മലപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ദിവസം കോട്ടക്കുന്നിലേക്ക് വാ. 31-ന് 1-ന് 2-ന് ഒരു നല്ല പുസ്തകമേളയുണ്ട്. ആ പുസ്തകമേളയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ. നമുക്ക് 3 ദിവസം അവിടെ ഉണ്ടാവണം എന്നാണ് താല്പര്യം. പക്ഷെ ഒരു ദിവസമെങ്കിലും കുട്ടികളൊക്കെ കൂട്ടി എന്താണ് മകൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ്റെ സുഹൃത്ത് ശ്രീമാൻ ബഷീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ ഫസലു, പാർട്ടി നേതാക്കന്മാർ, സുബൈർ തങ്ങൾ, യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി 1, 2, 3 അടുത്ത മാസം 1, 2, 3 തീയതികളിൽ നടത്താൻ പോകുന്ന സാംസ്കാരിക പരിപാടികളുടെ പ്രചരണാർത്ഥം എടരിക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന പാട്ടും പറച്ചിലും എന്ന വളരെ വേറിട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകം പാട്ടും നടന്നു, പറച്ചിലും നടന്നു. ഇനി എൻ്റെ പറച്ചിൽ വീണ്ടും പോകാൻ വയ്യ. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറത്ത് പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാരാക്കണ്, പറയും ഞാനാ ഹക്ക്. ഞാൻ മനുഷ്യനെ കണ്ടില്ല, പട്ട പകലും ചൂട്ടും സാധനമുണ്ടല്ലേ? മാഷാഅല്ലാ. വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, വെട്ടിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻകോരങ്ങൾ. പട്ട